വൺസ് അഗെയിൻ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റ് മേക്കേഴ്സിലാണ്. നമ്മുടെ വണ്ടിയിൽ വെർണയിൽ ഒരു 3 വർഷത്തിന് മുമ്പാണ് നമ്മൾ ഗ്രഫൈൻ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ബിഫോർ ആഫ്റ്റർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനെ വർക്കിന് കയറ്റാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. കുറച്ച് ഈവനിങ് ആയി. ചേട്ടാ, അപ്പം വണ്ടി ഇപ്പൊ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ ചേട്ടാ റെക്കമെൻഡ് ചെയ്യുന്നത് പുതിയ വണ്ടി കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഓട്ടിച്ച് സ്ക്രാച്ച് വരുത്തി കൊണ്ടുവരുന്നതിന് പുതിയ വണ്ടി ഫ്രഷ് വണ്ടി കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ ബ്രൈറ്റ് മേക്കേഴ്സിൽ കൊണ്ടുവന്നാൽ എന്തൊക്കെയായിരിക്കും നമ്മൾ പ്രോസസ് കാര്യങ്ങൾ? പ്രോസസ് ഫസ്റ്റ് നമ്മൾ വണ്ടി മൊത്തം ചെക്ക് ചെയ്യും, എവിടെയൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ നോക്കും. പുതിയ വണ്ടിയാണ് നമ്മൾ നോക്കും, സ്മോൾ മാർക്സ് ഒക്കെ ഉണ്ടാവും. കംപ്ലീറ്റ് നോക്കിയിട്ട് ഫസ്റ്റ് വാഷ് ആണ്, ഫസ്റ്റ് കൊടുക്കുന്ന നല്ല ഡീപ്പ് വാഷ് ആണ്. അണ്ടർ ബോഡി ക്ലീനിങ്, അലോയ് ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ പോളിഷിംഗ് ചെയ്യണം. ഇവിടെ കൊണ്ടിട്ട് ആദ്യം പോളിഷ് ചെയ്യും, മാസ്കിൻ ടാപ്പ് കൊടുത്ത് വാഷിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട്, റാമ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്, അതാണ് മാസ്കിൻ ടൈപ്പ് ഇല്ലാത്ത. ഇതിലൊക്കെ മാസ്കിൻ ടൈപ്പ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. അത് സ്റ്റാർട്ടിംഗ് ആണ്. ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാസ്കിൻ ടൈപ്പ് ഒക്കെ ഒട്ടിച്ചിട്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും, ലൈറ്റിന് താഴെയായിട്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടാണ് പഫ് ചെയ്യുന്നത്. ഇത് പഫിംഗ് ഏരിയ ആണ്. വൺസ് പഫ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റിവേഴ്സ് പോയി അടുത്ത വാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 2 വാഷാണ് ഒരു സെറാമിക് കോട്ടിങ്ങിന് ഗ്രഫീന് വരുന്നത്. മൂന്നാമത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അകത്താണ് നമ്മൾ സെറാമിക്. ഇതിലിപ്പോ നമ്മളിപ്പം ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മാറ്റ് സർഫസിൽ വൺസ് കയറി കഴിഞ്ഞാൽ അത് റഫ്നെസ് വന്നുകൊണ്ടിരിക്കും, ഫംഗസ് അടിക്കും, വൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോ പോളിഷ് കഴിഞ്ഞ് കിടക്കുന്നത്. അതെ, ഗ്രഫൈൻ കോട്ടിങ്ങിന് വേണ്ടി അടുത്ത ഫൈനൽ ഫിനിഷിനോട് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോട്ടിങ് നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ ഇവിടെ കൂളിംഗ് ഫിലിം കാര്യങ്ങളൊക്കെ ഇത് കോട്ടിങ്ങുള്ള വണ്ടിയാണ്. കസ്റ്റമർ പറഞ്ഞു സൺ ഫിലിം വേണമെന്ന്, കാരണം സൺ ഫിലിം ഒട്ടിച്ചാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. എന്റെ അഡ്വൈസ് പ്രകാരം പുള്ളി ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ചെയ്യുവാണ്. സൺ ഫിലിമും ഒട്ടിക്കും. പിന്നെ നമ്മളെ മെയിൻ സർവീസ് പറഞ്ഞില്ല, PPF ഫിലിം ആണ്. അത് നമുക്ക് എല്ലാം വൈറ്റ് വഴി ഏത് വണ്ടിക്ക് നമുക്കത് റെഫർ ചെയ്യാൻ പറ്റും. എന്താണ് വൈറ്റിന് കുറച്ച് യെല്ലോയും കഴിക്കും. എത്ര ക്വാളിറ്റി ചെയ്താൽ നമുക്കത് ഫ്യൂച്ചറിൽ കംപ്ലൈന്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഈ വൈറ്റ് വണ്ടി. പിന്നെ നമുക്ക് വെളിയിൽ നോക്കിയാലും വണ്ടികൾ കിടപ്പുണ്ട്, നല്ലൊരു കിടുക്ക് വണ്ടി തന്നെ കിടപ്പുണ്ട്. ഇത് 530D ആണ്. ഇതൊരു 2011 മോഡൽ. 13 മോഡൽ. ഇത് നമ്മളൊരു കസ്റ്റമർ വണ്ടിയാണ്. പുള്ളി സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്. വർക്കിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇപ്പൊ ഇത് ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല പുതിയ ഷോറൂമിൽ ഇറക്കിയത്. പിന്നെ ഇത് ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നമ്മുടെ ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ്. നമുക്ക് കിംസിലോട്ട് വരുന്ന വഴിക്ക്, അതായത് മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്നല്ല, കിംസിലോട്ട് വരുന്ന വഴിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ബ്രൈറ്റ് മേക്കേഴ്സ് വരുന്നത്. ട്രിവാൻഡ്രം ബ്രാഞ്ച് അല്ലേ? നമുക്ക് ഇതേപോലെ ട്രിവാൻഡ്രത്ത്, കോട്ടയം, എറണാകുളം എല്ലാം കേരളം മൊത്തമാണ്. പിന്നെ ഇവിടെ നോക്കി ഇത് ഫ്രണ്ടില് മറ്റേ ആന്റി ഗ്ലെയർ 70%. കാരണം ഏറ്റവും കൂടുതൽ എല്ലാ വണ്ടിക്കും ഫ്രണ്ടിൽ നിന്നാണ് ഹീറ്റ് പ്രൊജക്ട് ചെയ്യുന്നത്. 70% നമ്മൾ ആന്റി ഗ്ലെയർ ഒട്ടിക്കുമ്പോൾ ഹീറ്റ് കുറയും, ഹീറ്റ് റിജക്ഷൻ കൂടും. അല്ലാതെ നമ്മൾ ഫ്രണ്ടിൽ ഒട്ടിക്കാതെ സൈഡ് മാത്രം ഒട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ കൺസേൺ ആണ്. ഫ്രണ്ടിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ രാത്രി കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. ഒരിക്കലുമില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. ക്ലിയർ അടിക്കത്തില്ല, ഓപ്പോസിറ്റ് ബ്രൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഡ്രൈവിംഗ്. അതാണ് വിസിബിൾ ആണ്. പിന്നെ ഇത് ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടികളുടെയും ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രീൻ ഗാർഡ്സ് അവൈലബിൾ അല്ല. അപ്പൊ അതിനെല്ലാം നമുക്ക് PPF ചെയ്യാൻ പറ്റും. PPF ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ബ്രൈറ്റ് മേക്കേഴ്സിന്റെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ മൊത്തം സർവീസസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ വാഷിങ്, സൈലൻസർ കോട്ടിങ്, അണ്ടർ ബോഡി കോട്ടിങ്, പിന്നെ നോർമൽ പോളിഷ്, അതിൻ്റെ പാക്കേജസ്, പിന്നെ സെറാമിക്കിൻ്റെ തന്നെ പാക്കേജ്, സ്റ്റാർട്ടിംഗ് പാക്കേജസ് ഉണ്ട്. 8,000, 9,000 ആ റേഞ്ചിൽ സെഗ്മെൻറ്റ് വൈസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓൺ ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം വന്നത് സെറാമിക്കിൻ്റെ ഫുൾ പാക്കേജ്, ഗ്രഫൈൻ കോട്ടിങ്, PPF പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം, പിന്നെ സൺ കൺട്രോൾ ഫിലിം. പിന്നെ ഇപ്പം പുതിയൊരു ഇത് വന്നിട്ടുണ്ട്, ബോറോഫൈൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്താണ് ഡിഫറൻസ്? ഡിഫറൻസ് ആകുമ്പോൾ കുറച്ചുകൂടെ തിക്നെസ്, ഹാർഡ്നെസ് കൂടുതലാണ് അതിന്. അത്യാവശ്യം ഒരു 50% സെൽഫ് ഫീലിംഗ് ഉണ്ട് അതിന്. വെയിലടിക്കുമ്പോൾ നമ്മൾ PPFന് ചെയ്യുന്ന മാതിരി തന്നെ ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ചസ് ഒക്കെ അത് വെയിൽ കൊള്ളുമ്പോൾ സെൽഫ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അതിന് ഓൺ ടൈം ചെയ്താൽ മതി. 2 വർഷം 3 വർഷം കഴിഞ്ഞ് ടോപ്പ് അപ്പ് ചെയ്താലും ഓക്കെയാണ്. ഇയർലി വൺസ് ടോപ്പ് അപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡിപ്പെൻസ് ഓൺ പാക്കേജസ് ആണ്.
പിന്നെ ഈ ഗ്രഫൈൻ കോട്ടിങ് അല്ലെങ്കിൽ സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് വരത്തില്ല എന്നൊക്കെ കുറെ മിസ്കൺസെപ്ഷൻ. അങ്ങനെയൊന്നുമില്ല. അത് നമുക്ക് ഈ PPF മാത്രമേ അങ്ങനെ ഉള്ളൂ. നമ്മളിപ്പം ഗ്രഫൈൻ ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു നഖം വെച്ചോ അല്ലെങ്കിൽ ഒരു കീ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ എന്തായാലും സ്ക്രാച്ച് വരും. പക്ഷെ PPF അത് വരത്തില്ല. ഡീപ് സ്ക്രാച്ചസ് ഒഴിവാകും. അല്ല, ഡീപ് സ്ക്രാച്ചസ് വന്നാൽ നമുക്കത് പെയിന്റിൽ എഫക്ട് ചെയ്യില്ല. പീൽ ചെയ്തിട്ട് അടുത്ത് നമ്മൾ ഒട്ടിക്കേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തുടയ്ക്കുന്ന പാട് ഫുൾ മാർക്സ് ഒക്കെ 100% ക്ലിയർ ആവും, സെൽഫ് ഫീലിംഗ് ആവും. അപ്പോൾ അതിനെക്കുറിച്ച് PPF കുറിച്ചും ഈ പറഞ്ഞ ഗ്രഫൈൻ ഓരോ കോട്ടിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇനി വരും വീഡിയോയിൽ ചെയ്യാം. ഇന്ന് നമ്മൾ മെയിനായിട്ട് നമ്മുടെ വണ്ടി ഈ പറഞ്ഞൊരു ഇപ്പം നമ്മൾ ഒരു 4 വർഷത്തെ ബന്ധമാണ്. അപ്പം അന്ന് നമ്മൾ വണ്ടി കൊണ്ടുവന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനിലാണ് നമ്മളിപ്പോഴും നമ്മൾ ഒരുപാട് വണ്ടീസിന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം വീഡിയോ കാണുന്നവരാണെങ്കിലും നമ്മൾ ബേസിക്കലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇപ്പോഴും നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വണ്ടി പുതിയതുപോലെ. ഇപ്പം ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ 5 വർഷം പഴയതാണ്, 70,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് ഇറക്കിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പം എന്നെ പോലെയൊക്കെ വണ്ടി സ്നേഹിക്കുന്നവർ കൂടുതലും നമ്മളെ വണ്ടി പുതിയതുപോലെ ഇരിക്കണം, ഇനി എത്ര വർഷം കഴിഞ്ഞാലും പുതിയതുപോലെ ഇരിക്കണമെന്നുള്ള ആൾക്കാരായിരിക്കും നമ്മളെ വീഡിയോ കാണുന്ന മിക്കവരും. അവർക്കെല്ലാം ഇവിടെ വരാവുന്നതാണ്. അതിപ്പം കാറ് ഉള്ളവർ മാത്രമല്ല, ബൈക്ക് ഉള്ളവർക്കും ബൈക്കിൽ തന്നെ ഇപ്പം മറ്റേ ടാങ്കിലൊക്കെ PPF ചെയ്യാം, ഗ്രഫൈൻ കോട്ടിങ് സെറാമിക് ചെയ്യാം, അതുപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാം, വാഷിംഗ് ചെയ്യാം. പിന്നെ ഇപ്പൊ നിങ്ങളെ വണ്ടി ഇപ്പൊ സെയിലിനുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യണം, കുട്ടപ്പനാക്കണം, അല്ലെങ്കിൽ ഒരു കല്യാണം വരുവാണോ ഒന്ന് കുട്ടപ്പനാക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ എമൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 3000 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പോളിഷും കാര്യങ്ങളും. അത് തന്നെ ഒരു 2 മാസത്തോളം കെയർ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള പോളിഷിംഗ് തന്നെയാണ്. നോർമലി പഫ് ചെയ്തിട്ട് ഒരു വാക്സ് മാത്രമല്ല വരുന്നത്, അത് ഫുൾ മാർക്സ് കംപ്ലീറ്റ് കളഞ്ഞിട്ട് എങ്ങനെയാണ് അത് 90% ക്ലിയർ ആവും. അപ്പോൾ ഇതൊക്കെയാണ് ബ്രൈറ്റ് മേക്കേഴ്സ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഇതേപോലെ സൂപ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രൈറ്റ് മേക്കേഴ്സ് വരിക. ട്രിവാൻഡ്രത്താണെങ്കിൽ നമ്മുടെ കിംസിന് തൊട്ടടുത്താണ് ബ്രൈറ്റ് മേക്കേഴ്സ് കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾക്കിപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും ഉറപ്പായിട്ടും. ഇപ്പം നിങ്ങൾക്ക് നോർമൽ പോളിഷ് ആയിക്കോട്ടെ, ഗ്രഫൈൻ ആയിക്കോട്ടെ, സെറാമിക് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു വണ്ടിപ്രാന്തനാണെന്നുണ്ടെങ്കിൽ വൺസ് നിങ്ങളിവിടെ കയറിയിരിക്കണം. പിന്നെ ഇവിടുത്തെ വർക്കിൻ്റെ കേസ് പറയാനില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വന്നത്. പിന്നെ ഇവിടുത്തെ വർക്കിന് ഞാൻ ഗ്യാരണ്ടി പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ഇതേപോലുള്ള ഡീറ്റെയിൽഡ് PPF, ഗ്രഫൈന് ഇതിനെല്ലാം പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഇനിയും വരും. നമ്മുടെ പഴയ ഫസ്റ്റ് ടൈം നമ്മുടെ വണ്ടി ചെയ്ത വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ ഇറ്റ്സ് മീ മുഹമ്മദ് ഷഫീഖ്.